जय राधा माधव कुंज बिहारी जय माधव जय गोपी जन वल्लभ जय हो गिरिवरधारी जय हो गिरिवरधारी जय गोपी जन वल्लभ जय हो गिरिवरधारी जय हो गिरिवरधारी जय यशोधनन्दन जय व्रजजनरञ्जना जय यशोधनन्दन जय व्रजजनरञ्जना जय यमुनतिरवनचारि जय कुञ्जविहारी जय यमुनतिरवनचारि जय कुञ्जविहारी। जय श्री श्री राधा माधव की, श्रील प्रभुपाद की, श्रील गुरुदेव की, निताय गौर हरि प्रेमानंद। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। Before reciting this Srimad Bhagavatam, which is the very means of conquest, one should offer respectful obeisances unto the personality of Godhead Narayana, unto Naranarayana Rishi, the supermost human being, unto Mother Saraswati, the goddess of learning, and unto Srila Vyasadeva, the author. Nashtaprayeshu abhadreshu nityam bhagavadasevaya bhagavati uttamasloke bhaktir bhavati naihistiki. By regular attendance in classes on the Bhagavatam and by rendering of service to the pure devotee, all that is troublesome to the heart is almost completely destroyed. Loving service unto the personality of Godhead, who is prized with transcendental songs, is established as an irrevocable fact. Jai Grandhara Srimad Bhagavatam ki jai. Mukam karodi vajalam bhangam langayate grim yat kripatamaham vande Shri Guru Dinatarinam Shri Chaitanya Mishram Shri Paramanandam. ओम अज्ञानतिम्रान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। नमो विष्णुपादाय कृष्ण कृष्णाय भूतले श्रीमते महाविष्णु गोस्वामी नामिने नमामि मूर्धनचरणारविन्दे श्री भागवत पद समेतस्य प्रचारणे लोकतारणे श्रील महाविष्णु गोस्वामी नामिने नमो विष्णुपादाय कृष्ण कृष्णाय भूतले श्रीमते भक्ति वेदांत स्वामी नामिने
नमस्ते सरस्वती देवे गौरवाणी प्रचारने विशेष शून्यवादी पाश्चात्य देश। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर। हरे कृष्ण. ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപയാൽ ശ്രീമദ് ഭാഗവതം ആറാമത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ സ്കന്ധം ആറാമത്തെ ചാപ്റ്ററില് 36ാമത്തെ ശ്ലോകം. ഇനി രണ്ട് ശ്ലോകം കൂടെ കഴിഞ്ഞാല് 36ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കുന്തി മഹാറാണിയുടെ പ്രയർ, ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു, 7ാമത്തെ അധ്യായം, 8ാമത്തെ അധ്യായം. നല്ല നല്ല ചാപ്റ്റേഴ്സ് ആണ്. ഹരേ കൃഷ്ണ. ജയ ശ്രീ ശ്രീ ജഗന്നാഥ ബലദേവ്. ഇന്ന് ശ്ലോകം വായിക്കാം. 1:6:36. സർവം തദിദമാഖ്യാതം യത്പൃഷ്ടോഹം ത്വയാ നഘ ജന്മ കർമ്മ രഹസ്യം മേ ഭവതാം ചാത്മതോഷണം. സർവം തദിദമാഖ്യാതം യത്പൃഷ്ടോഹം ത്വയാ നഘ ജന്മ കർമ്മ രഹസ്യം മേ ഭവതാ ചാത്മതോഷണം. വേർഡ് മീനിങ്: സർവം എല്ലാം, തത് അത്, ഇതം ഇത്, ആഖ്യാതം വിശദീകരിച്ചു, യത് എന്തൊക്കെയായാലും, പൃഷ്ടഃ അന്വേഷിക്കയാൽ, അഹം എൻ്റെ, ത്വയ അങ്ങയാൽ, അനഘ യാതൊരു പാപങ്ങളുമില്ലാതെ, ജന്മ ജനനം, കർമ്മ കർമ്മങ്ങൾ, രഹസ്യം രഹസ്യങ്ങൾ, മേ എൻ്റെ, ഭവതഃ അങ്ങയുടെ, ച ആത്മാവ്, തോഷണം സംതൃപ്തി. വിവർത്തനം ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ വ്യാസദേവ, അങ്ങ് സർവവിധ പാപങ്ങളിൽ നിന്നും മോചിതനാണ്. എൻ്റെ ജനനത്തെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തിനായുള്ള എൻ്റെ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങ് ആരാഞ്ഞതൊക്കെ അപ്രകാരം ഞാൻ വിശദീകരിച്ചു. അങ്ങയുടെ സംതൃപ്തിക്കും ഇവ പ്രേരകങ്ങളായി തീരും. അല്ലയോ വ്യാസദേവ, അങ്ങ് സർവവിധ പാപങ്ങളിൽ നിന്നും മോചിതനാണ്. എൻ്റെ ജനനത്തെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തിനായുള്ള എൻ്റെ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങ് ആരാഞ്ഞതൊക്കെ അപ്രകാരം ഞാൻ വിശദീകരിച്ചു. അങ്ങയുടെ സംതൃപ്തിക്കും ഇവ പ്രേരകങ്ങളായി തീരും. ഭാവാർത്ഥം: വ്യാസദേവന്റെ അന്വേഷണങ്ങളെ സംതൃപ്തമാക്കാൻ ഭക്തിയുത കർമ്മങ്ങളുടെ നടപടിയുടെ ആരംഭം മുതൽ അതീന്ദ്രിയ പദവി വരെ ഉള്ളതൊക്കെയും യഥാർത്ഥമായി വിശദീകരിക്കപ്പെട്ടു. അതീന്ദ്രിയ സംസർഗത്താൽ എപ്രകാരമാണ് ഭക്തിയുത സേവന ബീജങ്ങളെ വിതയ്ക്കേണ്ടതെന്നും അദ്ദേഹം വിശദമാക്കി. അത്തരം ശ്രവണങ്ങളുടെ പരിണാമം ലൗകികതയിൽ നിന്നുള്ള നിസ്സംഗതയാകുന്നു. ഒരു പിഞ്ചു ബാലൻ പോലും തൻ്റെ ഏക ആശ്രയമായിരുന്ന മാതാവിൻ്റെ മൃത്യു വൃത്താന്തത്തെ ഭഗവാന്റെ അനുഗ്രഹമായി കരുതി. അദ്ദേഹത്തെ അന്വേഷിച്ചു കണ്ടെത്താനുള്ള അനുകൂല സന്ദർഭത്തെ തൽക്ഷണം സ്വീകരിച്ചു. ലൗകിക നേത്രങ്ങളാൽ ഭഗവാനെ ദർശിക്കാൻ ആർക്കും സാധ്യമല്ലാതിരുന്നിട്ടും കൂടി ഭഗവാനുമായുള്ള ഒരു അഭിമുഖത്തിനുള്ള ആത്മാർത്ഥ വ്യഗ്രത അദ്ദേഹത്തിന് അനുവദിച്ചു നൽകപ്പെട്ടു. പരിശുദ്ധമായ അതീന്ദ്രിയ സേവന നിർവഹണത്താൽ ഒരാൾക്ക് എപ്രകാരമാണ് കാമ്യകർമ്മ പ്രവർത്തന സഞ്ചയങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നതെന്നും എപ്രകാരമാണ് തൻ്റെ ഭൗതിക ശരീരത്തെ ആത്മീയമായ ഒന്നാക്കി മാറ്റിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഭഗവത് ധാമത്തിൽ ആത്മീയ ശരീരത്തിന് മാത്രമേ പ്രവേശിക്കാൻ പ്രാപ്തിയുള്ളൂ. അവിടെ പ്രവേശിക്കാൻ ഒരു ശുദ്ധഭക്തന് മാത്രമേ ശേഷിയുള്ളൂ. മറ്റാർക്കുമില്ലതാനും. അതീന്ദ്രിയ സാക്ഷാത്കാരത്തിൻ്റെ സർവ നിഗൂഢതകളാലും നാരദമുനി സ്വയം യഥോചിതമായി പരിണിത പ്രജ്ഞനാണ്. ആകയാൽ അത്തരമൊരു പ്രാമാണികനിൽ നിന്നുള്ള ശ്രവണത്താൽ യഥാർത്ഥ വേദഗ്രന്ഥങ്ങളിൽ പോലും നാമമാത്രമായി മാത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഭക്തിയുത സേവന പരിണാമങ്ങളെ സംബന്ധിച്ച്
ഏകദേശ ആശയം ലഭിക്കും. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇവയെക്കുറിച്ചൊക്കെ പരോക്ഷ സൂചനകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. പ്രത്യക്ഷമായി അതിൽ യാതൊന്നും തന്നെ വിശദമാക്കിയിട്ടില്ല. ആകയാൽ ശ്രീമദ് ഭാഗവതം സാഹിത്യ സംബന്ധമായ സർവ വേദവൃക്ഷങ്ങളുടെയും പരിപക്വമായ ഫലമാകുന്നു. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഓഡിയബിൾ ആണോ? യെസ് പ്രഭു. ഓക്കെ. ഈ ശ്ലോകത്തില് ആദ്യമേ തന്നെ വ്യാസദേവന്റെ അടുത്ത് പറയുകയാണ്, അങ്ങ് സർവ പാപങ്ങളിൽ നിന്നും മോചിതനാണ്. പ്രഭു യശ്വേഷ പ്രഭു എന്നേലും പറഞ്ഞായിരുന്നു? യശ്വേഷ പ്രഭു എന്നേലും പറഞ്ഞോ? നാരദൻ പറയുന്നു അങ്ങ് സർവ പാപങ്ങളിൽ നിന്നും മോചിതനാണ്. അതായത് നാരദ മഹർഷി വ്യാസദേവന്റെ അടുത്ത് വന്നതിന് ശേഷം വ്യാസദേവന് ഒരുപാട് ക്വാളിറ്റീസ്, ഓൾറെഡി അദ്ദേഹം ക്വാളിറ്റിയുള്ള ഹൈലി എലവേറ്റഡ് സോളാണ്. പക്ഷേ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ തീർക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുകയും നാരദ മഹർഷിയുടെ പ്രീവിയസ് ബർത്ത് വ്യാസദേവന് പറഞ്ഞു കൊടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം നാരദ മഹർഷി എങ്ങനെ നാരദ മഹർഷിയായി എന്നുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട്, അച്യുത ഭാവവർജിതം, ഈ ഭഗവാന്റെ ഭാവത്തിനെ കുറിച്ചൊന്നും കറക്റ്റായിട്ട് മീൻ ചെയ്യാത്തത് കൊണ്ടാണ് നിനക്ക് ഇത്രയും പ്രോബ്ലം വന്നതെന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി വ്യാസദേവനെ ഉപദേശിക്കുന്ന സമയത്ത് വ്യാസദേവൻ അതെല്ലാം ഉൾക്കൊണ്ടിട്ട് ശ്രീമദ് ഭാഗവതം എഴുതാനായിട്ട് തുടങ്ങുന്നതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇതില് ശ്രീല പ്രഭുപാദിന്റെ പർപ്പട്ടില് 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, തൻ്റെ ഏക ആശ്രയമായിരുന്ന മാതാവിന്റെ മൃത്യു വൃത്താന്തത്തെ ഭഗവാന്റെ അനുഗ്രഹമായി കരുതി. ആര്? നാരദ മഹർഷി. നാരദ മഹർഷിയുടെ പ്രീവിയസ് ബർത്തില് നാരദ മഹർഷിയുടെ അമ്മ രാത്രി പാല് കറക്കാനായിട്ട് പോകുന്ന സമയത്ത് പാമ്പ് കടിയേറ്റു. അതിന് നാരദ മഹർഷി പറഞ്ഞിരിക്കുന്ന ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല്, കാലത്തിന്റെ കൃപയാൽ, കാലത്തിന്റെ സ്വാധീനത്താൽ, കാലത്തിന്റെ കൃപയാൽ എൻ്റെ അമ്മയെ പാമ്പ് കടിച്ചു എന്നാണ് പറഞ്ഞത്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കാലത്തിന്റെ കൃപയാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ കൃപയാൽ എന്നെ പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ ഭഗവാന്റെ കൃപയാൽ എൻ്റെ വീട് നഷ്ടപ്പെട്ടു, ഭഗവാന്റെ കൃപയാൽ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി, ഭഗവാന്റെ കൃപയാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാവരും പോയി, ഇതെല്ലാം ഭഗവാന്റെ കൃപയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? പക്ഷെ ഇവിടെ നാരദ മഹർഷി പറഞ്ഞിരിക്കുകയാണ്, നാരദ മഹർഷിയുടെ പ്രീവിയസ് ബർത്തിൽ ഒരു 5 വയസ്സായ ബാലനായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഏക ആശ്രയം അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. അപ്പോ ആ അമ്മയെ കാലത്തിന്റെ ശക്തിയാൽ, കാലത്തിന്റെ സ്വാധീനത്താൽ പാമ്പ് കടിച്ചു എന്ന് പറയും. മഹാരാജ് വന്നിട്ട് ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് കാലത്തിന്റെ ശക്തിയാൽ എന്ന് പറഞ്ഞാല്, ആ ഒരു ശ്ലോകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് രാത്രിയിലാണ് നാരദ മഹർഷിയുടെ അമ്മ പാല് കറക്കാനായിട്ട് എഴുന്നേറ്റത്. രാത്രിയിൽ മഹാരാജ് പറയും, സാധാരണ എല്ലാവരും പാല് കറക്കുന്ന ടൈം എന്ന് പറയുന്നത് കുറച്ച് നേരം വെളുത്തതിന് ശേഷമാണ്. കാരണം പശുക്കള് ഉള്ള സ്ഥലത്ത് എപ്പോഴും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തണുപ്പുണ്ടായിരിക്കും. കാരണം എപ്പോഴും വെള്ളം വീഴും, എപ്പോഴും പശുവിന്റെ ചാണകം, ഗോമൂത്രം, പിന്നെ പശുവിനെ കുളിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും പാമ്പിന്റെ ശല്യം എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നേരം വെളുക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം കാണാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ ഓട്ടിക്കാൻ പറ്റും, ഇതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ കാലത്തിന്റെ സ്വാധീനത്താൽ നാരദ മഹർഷി പ്യുവർ ഡിവോട്ടി ആയതുകൊണ്ട് ആ നാരദ മഹർഷിയെ തിരിച്ച് ഭഗവാനിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഉത്തരവാദിത്വം ഭഗവാൻ ഉള്ളത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? കാലത്തിന്റെ കൃപയാൽ ആ അമ്മയെ രാത്രി പാല് കറക്കാനായിട്ട് സ്വാധീനിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നാരദ മഹർഷി ഇവിടെ പറഞ്ഞത്, തൻ്റെ ഏക ആശ്രയമായിരുന്ന മാതാവിന്റെ മൃത്യു വൃത്താന്തത്തെ ഭഗവാന്റെ അനുഗ്രഹമായി
നമ്മുടെ കൂടെയുള്ള, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിരിഞ്ഞ് വേറെ കോളേജിലും വേറെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴേ തന്നെ നമുക്ക് 1-2 ദിവസം ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റില്ല. അത് കാലത്തിന്റെ കൃപയായിട്ട് നമ്മൾ കാണുകയില്ല. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നവരെ നമ്മൾ കാലത്തിന്റെ കൃപയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ കൃപയാണെന്ന് പറഞ്ഞിട്ട് കാണുകയില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം നല്ലൊരു പ്രോഗ്രാമിന് പോയി, നല്ല നല്ല എന്താണ് ഒരു എക്സ്റ്റസി, നല്ല ആനന്ദം തരുന്ന നല്ലൊരു പ്രോഗ്രാം, നല്ല ഭാഗവതം ക്ലാസ്, നല്ല കീർത്തൻ, ഭഗവാന്റെ ആരതി, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രസാദം കിട്ടിയില്ല. നമ്മൾ എന്ത് പറയും? ഭഗവാന്റെ കൃപയാൽ അല്ലെങ്കിൽ ജഗന്നാഥ സ്വാമിയുടെ കൃപയാൽ എനിക്ക് പ്രസാദം കിട്ടിയില്ല പ്രഭു എന്ന് പറയും. നമ്മൾ ഒരിക്കലും അത് പറയില്ല. കാരണം നമ്മൾക്ക് ആ ഒരു മെന്റാലിറ്റി ഇതുവരെ വന്നിട്ടേ ഇല്ല. ആ ഒരു ഭക്തി നമുക്ക് ഇതുവരെ വന്നിട്ടേ ഇല്ല. എപ്പോഴാണ് എൻ്റെ പ്ലേറ്റ് പൂർണ്ണമാവണമെന്ന് നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ പ്ലേറ്റ് പൂർണ്ണമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മൾ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. എനിക്ക് പ്രസാദം കിട്ടിയില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. പക്ഷെ ഇവിടെ നാരദ മഹർഷി വന്നിട്ട്, അതായത് നമ്മുടെ പ്ലേറ്റിൽ ഒരു പപ്പടം കുറഞ്ഞു പോയാൽ നമുക്ക് പ്രശ്നമാണ്, ലഡു കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നാരദ മഹർഷി ഇവിടെ പർപ്പട്ടിൽ ശ്രീല പ്രഭുപാദ് പറയുകയാണ്, കാലത്തിന്റെ കൃപയാൽ, ഭഗവാന്റെ അനുഗ്രഹത്താൽ അങ്ങനെ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ശ്രീല പ്രഭുപാദ് ഇവിടെ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നെന്ന് പറഞ്ഞാല്, ഭഗവത് ധാമത്തിൽ ആത്മീയ ശരീരത്തിന് മാത്രമേ പ്രവേശിക്കാൻ പ്രാപ്തിയുള്ളൂ. അതായത് നമ്മുടെ ഈ മെറ്റീരിയൽ ബോഡി, നമ്മുടെ ഈ മെറ്റീരിയൽ ചിന്താഗതി, ഭൗതികമായിട്ടുള്ള ഒരു ചിന്താഗതിയും വെച്ചിട്ട് നമുക്ക് എവിടെ പോകാൻ പറ്റില്ല? ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധ്യമല്ല. അത് പ്രാപ്തിയുള്ളൂ. അവിടെ പ്രവേശിക്കാൻ ഒരു ശുദ്ധ ഭക്തന് മാത്രമേ ശേഷിയുള്ളൂ. ഒരു ശുദ്ധ ഭക്തന് മാത്രമേ ഭഗവാന്റെ ധാമത്തിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റൂ. അല്ലാതെ വേറെ സാധാരണ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പാപം ചെയ്ത വ്യക്തിക്കോ ഒന്നും അവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. അത് നമ്മൾ ഭാഗവതത്തിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒന്നാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അജാമിളൻ അദ്ദേഹം ചെയ്ത പാപം എന്ന് പറഞ്ഞാൽ, തുടക്കത്തിലെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്വീകരിച്ച് നല്ല ബ്രാഹ്മണ്യത്തിന്റെ ഇതെല്ലാം കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മായ പിടിപെട്ടു. പിന്നെ ലാസ്റ്റ് സമയത്ത് അദ്ദേഹം നാരായണ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകനെ വിളിക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഷ്ണു പാർഷദന്മാരെല്ലാം വന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യും? അദ്ദേഹത്തിന് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുകയാണ് ചെയ്യണത്. എങ്ങനെ? ശുദ്ധ ഭക്തനായിട്ട് തിരിച്ചു വരാനായിട്ട്. അപ്പൊ അതുപോലെ നമ്മളും നമ്മുടെ ഈ ഒരു മാലിന്യം നിറഞ്ഞ ഈ ഒരു മെന്റാലിറ്റി നമ്മൾ മാറ്റിയില്ല എങ്കിൽ, ആ മാലിന്യം നിറഞ്ഞ മെന്റാലിറ്റി നമ്മൾ മാറ്റിയില്ല എങ്കിൽ ഭഗവത് ധാമത്തിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനേ പറ്റും. അത് മഹാരാജ് വന്നിട്ട് വളരെ വ്യക്തമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അമ്പലത്തിൽ പ്രവേശിക്കുന്നതും, അമ്പലം എന്ന് പറയുന്നത് ഒരു ധാമം തന്നെയാണ്. ഇപ്പം വൃന്ദാവന ധാം, അല്ലെ മായാപൂർ ധാം, ജഗന്നാഥപുരി ധാം, ദ്വാരകാ ധാം, രാജ്കോട്ട് നീലമാധവ് ധാം, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, ഇതെല്ലാം ഓരോ ധാമങ്ങൾ തന്നെയാണ്. ആ ധാമങ്ങളിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും നമ്മുടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം പ്രവേശിക്കാൻ ധാമങ്ങളിലോട്ട്. അല്ല, നമ്മൾ ഒരിക്കലും ഒരു ചെരുപ്പ് എടുത്തിട്ടുകൊണ്ട് നമ്മൾ നേരെ അമ്പലത്തിനകത്ത് പ്രവേശിക്കാറില്ല. അപ്പോൾ ഈ ചെരുപ്പ് ഊരിയിടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ആസുരിക് മെന്റാലിറ്റി എല്ലാം, നമ്മുടെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ, നമ്മുടെ അസൂയ, നമ്മുടെ അഹങ്കാരം, ഇതെല്ലാം ഈ ചെരുപ്പിനോടൊപ്പം ഊരി മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അകത്തോട്ട് പ്രവേശിക്കും. അങ്ങനെ ചെയ്തില്ല എങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല്, ഭൗതികമായിട്ട് ചിലപ്പം ചെരുപ്പ് നമ്മൾ ഊരിയിട്ടിരിക്കും, ബട്ട് നമ്മുടെ കാലിൽ ആ ചെരുപ്പുണ്ടെന്ന് അർത്ഥം. സോ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാല്, ശുദ്ധ ഭക്തന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യേഷാം തുന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം. എപ്പോഴാണോ നമ്മുടെ പാപങ്ങളെല്ലാം അവസാനിക്കുന്നത്, ആ സമയത്ത് നമുക്ക് പുണ്യലോകങ്ങളിലേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് കഴിയും. ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അല്ലയോ വ്യാസദേവ, സർവ പാപങ്ങളിൽ നിന്നും അങ്ങ് മോചിതനാണ് നാരദ മഹർഷി പറയുകയാണ്. പക്ഷെ ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റർ എന്ന് പറഞ്ഞാൽ IRCTC എന്ന് പറയും. ഇതൊരു അക്രോണിംസ് ആണ്. IRCTC. IRCTC മീൻസ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. അതാണ് IRCTC. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോഴും
ധാമങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ട്രെയിന് കാണുന്ന സമയത്തൊക്കെ നമുക്കത് മീൻ ചെയ്യും. നമ്മുടെ കണ്ണിൽ കാണും IRCTC. അതിൻ്റെ ഫുൾ ഫോം ഇതാണ്, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. ഇത് നമുക്ക് എങ്ങനെ ഭാഗവതത്തിലോട്ട് കൊണ്ടുവരാം എന്നുള്ള ആ ഒരു ശ്ലോകം, കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ശ്ലോകം തന്നെയാണിത്. നമുക്കത് കണ്ടുപിടിക്കാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് വന്നിട്ട് ഐ മീൻസ് ഐഡന്റിഫൈങ് അവർ ഡിഫക്ട്സ്. ഐ മീൻസ് ഐഡന്റിഫൈങ് അവർ ഡിഫക്ട്സ്. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവാണ്. അത് ചിലപ്പം ശിക്ഷാ ഗുരു ആയിരിക്കാം, ചിലപ്പോൾ ദീക്ഷാ ഗുരു ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ നല്ല സുഹൃത്തുക്കളായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്ത് എപ്പോഴും നമ്മളെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കണം, നല്ല ഗ്ലോറിഫിക്കേഷൻ കിട്ടണം. ഞാൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം മറച്ചു വെച്ചിട്ട് ഗ്ലോറിഫിക്കേഷൻ ചെയ്യണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല സുഹൃത്ത്. പക്ഷെ ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഭാഗവതത്തിലൊരു ഫസ്റ്റ് ക്യാൻഡോ 12th ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു, ഏവം കൃഷ്ണ സഖ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ഏവം കൃഷ്ണ സഖ കൃഷ്ണ. സെലിബ്രേറ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ അർജുനന്റെ കീർത്തിമാനായ മിത്രം. ഏവം കൃഷ്ണ സഖ കൃഷ്ണ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണ, സഖ കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ സുഹൃത്ത്. അർജുനന്റെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയ കീർത്തിമാനായ മിത്രമാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. അർജുനനെ ഒരിക്കലും ഒരു സ്ഥലത്തും ഗ്ലോറിഫൈ ചെയ്ത് കൃഷ്ണൻ സംസാരിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് വന്നിട്ട് അർജുനന്റെ എന്തെല്ലാം ഡിഫക്ട്സുകളുണ്ടോ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് അർജുനന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത് ഒരു ദിവസം കാണ്ഡവപ്രസ്ഥം അഗ്നിക്ക് ഇരയാക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഗാണ്ഡീവം പുറത്തു വന്നു. ആ ഗാണ്ഡീവം പുറത്തു വന്ന സമയത്ത് അർജുനൻ പറഞ്ഞു, ഇത് നല്ല പവർഫുള്ളാണ്, ഈ ഗാണ്ഡീവം എടുത്ത് കൗരവരെ എല്ലാവരെയും കൊന്നുകളയാം എന്ന് പറഞ്ഞിട്ട് അർജുനൻ ഈ രീതിയിൽ സംസാരിക്കും. ഈ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയും, അർജുനൻ വിചാരിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ശരിയാണ് അർജുനവാ, നമുക്ക് പോയി ഫൈറ്റ് ചെയ്യാം, നിന്റെ കയ്യിൽ ഗാണ്ഡീവമല്ലേ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോയി ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് സംസാരിച്ചത്. അർജുന, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യങ്ങൾ ഉണ്ടായത്? നീ എന്തിനാണ് അവരെ വധിക്കണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും നിന്റെ മനസ്സിൽ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഗാണ്ഡീവം എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് സമയമാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇപ്പോഴേ അതിനെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിനെ ഭഗവാൻ വന്നിട്ട് ഒരു കൊട്ട് കൊടുത്തിട്ട് അതിനെ മാറ്റി വയ്പ്പിക്കുകയാണ് ഉണ്ടായത്. ഇത് കഴിഞ്ഞതിന് ശേഷം യുദ്ധം തുടങ്ങുന്ന സമയത്ത് അർജുനന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം എല്ലാം വഴുതി പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയും, നിനക്ക് എവിടെ നിന്നാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, നിനക്ക് എവിടെ നിന്നാണ് ഈ ഇങ്ങനെയുള്ള ഈ ദൗർബല്യങ്ങളെല്ലാം വന്നത്? നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ഒരു ഭീരുവിനെ പോലെയാണ് നീ ഇപ്പൊ പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചു പറയും. നോക്ക്, ആദ്യത്തെ സ്റ്റേജിൽ ഗാണ്ഡീവം കിട്ടിയ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് ഗ്ലോറിഫൈ ചെയ്യാതെ തന്നെ വഴക്ക് പറഞ്ഞു. രണ്ടാമത് ഇപ്പം ആവശ്യമായിട്ട് വന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചു. പറഞ്ഞെന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈങ് അവർ ഡിഫക്ട്സ്. എന്തുകൊണ്ട് വ്യാസദേവന് ഭാഗവതം എഴുതാനുള്ള ആ ഒരു പ്രചോദനം കിട്ടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടായ ആ ഒരു ഡിഫക്ട്സ് എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഡിസ്പോണ്ടൻസി, ആ ഒരു വിഷാദം വരാനുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ മെഡിറ്റേറ്റ് ചെയ്തത് കൊണ്ടാണ് നാരദ മഹർഷി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്. രണ്ടാമത്തത് വന്നിട്ട് ആർ മീൻസ് റിഗ്രറ്റിങ്. എനിക്കെന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഇതെന്തോ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഒരു ദിവസം നമ്മൾ നാമം ജപിക്കാതിരുന്നാൽ നമുക്ക് റിഗ്രഷൻ ഇതുണ്ടാവണം, റിഗ്രറ്റിങ് നമുക്കുണ്ടാവണം. നമുക്ക് ആ ഒരു വിഷമം നമുക്ക് ഫീൽ ചെയ്യണം. ഒരു ദിവസം എല്ലാ ദിവസവും നാമം ജപിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ സ്മരണയിൽ വന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു വിഷമം നമുക്കുണ്ടാവണം. നമ്മുടെ ഗുരുവിന്റെ ആജ്ഞകൾ നമ്മൾ പാലിച്ചില്ല എങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണെന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇങ്ങനെ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഭക്തിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റുള്ളവരാരും ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യണത്?
എനിക്ക് ബാക്കിയുള്ളവരെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഇതിനു വേണ്ടിയിട്ടല്ലല്ലോ നമുക്ക് നമ്മുടെ മഹാരാജ് വന്നിട്ട് ദീക്ഷ തന്നത്. എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വ്യാസദേവന്റെ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നുന്നു. ഇതൊന്നും വ്യാസദേവന്റെ പ്രശ്നമല്ല, ഇതെല്ലാം നമ്മൾക്കുള്ള പ്രശ്നം തന്നെയാണ്. ഫസ്റ്റ് വന്നിട്ട് ഐഡന്റിഫൈങ് അവർ. രണ്ടാമത്തെ കാര്യം റിഗ്രറ്റിങ്. മൂന്നാമത്തെ സി വന്നിട്ട് കറക്റ്റിങ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ഭക്തിയിൽ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതാണ് നല്ല സുഹൃത്തുക്കൾ. ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് അർജുനന്റെ, അല്ലെങ്കിൽ അർജുനൻ വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെയും സെലിബ്രേറ്റഡ് ഫ്രണ്ട് എന്ന് പറയാൻ കാരണം, ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും എല്ലാ 3 കാലങ്ങളും ചിന്തിച്ചതിന് ശേഷമാണ് അർജുനന്റെ അടുത്ത് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ മെറ്റീരിയൽ ചിന്താഗതി വച്ചിട്ടല്ല അർജുനന്റെ അടുത്ത് സംസാരിക്കുന്നത്. അതുപോലെ വ്യാസദേവന്റെ അടുത്ത് നാരദ മഹർഷി വന്ന് സംസാരിച്ചതും ഈ 3 കാലങ്ങളും വെച്ചിട്ടാണ്. ഏതൊക്കെയാണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇതെല്ലാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും നാരദ മഹർഷിയുടെ ഉപദേശം കിട്ടിയതിന് ശേഷം വ്യാസദേവൻ ഇത് എഴുതാതിരുന്നുവെങ്കിൽ നമ്മളെങ്ങനെ ഭാഗവതം പഠിക്കും? ജയ് ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുബ്രഹ്മണ്യാക്കി നമ്മൾക്ക് എങ്ങനെ ഭാഗവതം പഠിക്കാൻ പറ്റും? അതാണ് 3 കാലങ്ങളും മുൻകൂട്ടി കണ്ട് പറയുന്നവരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. നമ്മളും ഭാഗവതം പഠിക്കുമ്പോൾ നമ്മൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഭാഗവതത്തിലൂടെ പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. ഭാഗവതത്തിലൂടെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടതാണ്. ഭാഗവതത്തിലൂടെ നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം കറക്റ്റ് ചെയ്യേണ്ടതാണെന്നുള്ള ബോധം നമുക്ക് വരും. അത് കഴിഞ്ഞതിന് ശേഷം ടി മീൻസ് ടു താങ്ക് ഗോഡ്. കാരണം നാരദ മഹർഷിയെ അയച്ചതാരാണ്? ഭഗവാനാണ് അയച്ചത്. കാര്യം എല്ലാ പുരാണങ്ങളും, പ്രത്യേകിച്ച് സ്കന്ദപുരാണം അങ്ങനെയൊക്കെയുള്ള പുരാണങ്ങളൊക്കെ എഴുതുന്ന സമയത്തും നാരദ മഹർഷി വ്യാസദേവന്റെ അടുത്ത് തന്നെയുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും വ്യാസദേവന് തോന്നാത്ത ആ ഒരു വിഷാദം ഇപ്പൊ തോന്നിയതിന്റെ കാരണം ഇപ്പോഴാണത് കറക്റ്റ് ആയത്. മറ്റേത് ഇത് ഞാൻ ചെയ്ത എൻ്റെ വർക്കാണ്, ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ ഡോക്ടറേറ്റിനൊക്കെ പഠിക്കുന്ന സമയത്ത് തീസിസ് സബ്മിറ്റ് ചെയ്യും പോലെ ഓരോന്ന് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത വർക്കാണെന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് താങ്കൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് നോക്കി അതിനെ കൊടുത്തിട്ട് പോകും. ഇദ്ദേഹം വന്നിട്ട് വെയിറ്റ് ചെയ്തു, ഇദ്ദേഹം എപ്പോഴാണ് തിരിഞ്ഞ് ഈ ഒരു എന്താണ് ഭഗവാനെ കുറിച്ച്. കാരണം വ്യാസദേവൻ എല്ലാ പുരാണങ്ങളിലും ഭഗവാനെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് മാത്രമേ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നാരദ മഹർഷി വന്നതിന് ശേഷമാണ് വ്യാസദേവന് ഭഗവാനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ബ്രഹ്മാനന്ദ ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറ്റി ഭക്തി എന്ന് പറയുന്ന ആ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന നാരദ മഹർഷി. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഒരു ദിവസം ചാൻഡിങ് കറക്റ്റാ നടന്നില്ല എങ്കിൽ അത് നമ്മുടെ ഡിഫക്ട്സ് ആണ്. ഒരു ദിവസം നമ്മൾ ഭാഗവതം നമ്മൾ മുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിഫക്റ്റ് തന്നെയാണ്. ഇപ്പൊ നോക്ക്, 9 മാസമായിട്ട് ഈ സൂമിലൂടെ ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കാതെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ പഠിക്കുന്നത്? നാരദ മഹർഷിയുടെ വാക്ക് വ്യാസദേവൻ കേട്ടില്ല എങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഭാഗവതം കിട്ടുന്നത്? അല്ലെ പരീക്ഷിത് മഹാരാജ് സിംപ്ലി അക്സെപ്റ്റ് ഹിസ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ പരീക്ഷിത് മഹാരാജ് ആ ഒരു ശാപത്തിനെ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് എങ്ങനെ ഭാഗവതം കിട്ടും? ഭാഗവതത്തിലുള്ള ഓരോ ഡിവോട്ടീസും ഭഗവാന്റെ ആ ഒരു കാരുണ്യത്തിനെയും ഭഗവാനെ ആശ്രയിച്ച് നമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ട് വേറെ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇത് എന്താണ് സുഖവും സമാധാനവും എന്താണ് ക്ഷേമമൊക്കെ ഉണ്ടാവുന്നത്? സോ എല്ലാതെ നിത്യം ഭാഗവത സേവയ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ. അതായത് എല്ലാ ദിവസവും ഭാഗവതം വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നഷ്ടപ്രായേഷു അഭദ്രങ്ങളായിട്ടുള്ള ഹൃദയത്തിലുള്ള അഭദ്രങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീങ്ങിക്കിട്ടുമെന്നാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഭാഗവതത്തിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അതിനെ കാണാത്തത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും മാലിന്യങ്ങളുണ്ട്.
ചോദിച്ചാൽ പറയും എൻ്റെ ഹൃദയത്തിൽ ഒരു മാലിന്യമില്ല, ഐ എം ശുദ്ധഭക്ത, ലൈക്ക് പൂന്താനം, ഭീഷ്മദേവ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യത്തിനെ നമ്മൾ തന്നെ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത് റിഗ്രറ്റ്. അതായത് ശ്രീമദ് ഭാഗവതം 3rd canto 31 ചാപ്റ്ററിൽ ജന്തു പ്രയറിൽ പറയും, ആദപ്യമാന ഹൃദയെ അവസ്ഥിതം നമാമി. പശ്ചാത്തപിക്കുന്ന ഹൃദയത്തിൽ മാത്രമേ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടാവുള്ളൂ. പരീക്ഷിത്ത് മഹാരാജ് വന്നിട്ട് അദ്ദേഹം ചെയ്ത ചെറിയ തെറ്റിന് അദ്ദേഹം വലിയ ശിക്ഷ വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ പശ്ചാത്തപിച്ചത് കൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ശാപത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. നമുക്കൊരു രൂപത്തിൽ പോലും കാണാൻ പറ്റില്ല. നമുക്ക് ജഗന്നാഥ സ്വാമിയുടെ ഈ ദാരുബ്രഹ്മ ആ ഒരു വിഗ്രഹത്തിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സാഹചര്യത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ശാപത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോമിലോ കാണാൻ പറ്റില്ല. കാരണം നമ്മൾ തന്നെ നരസിംഹ ഇതില് പ്രയറിൽ പാടാറുണ്ട്, കേശവധൃത നരഹരി രൂപ, കേശവധൃത കൂർമ്മ ശരീര, കേശവധൃത മീന ശരീര, കേശവധൃത ഷുഗർ രൂപ, കേശവധൃത ക്യാൻസർ രൂപ ഓൾസോ. ഏത് രൂപത്തിൽ വേണമെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളടുത്ത് വരാം. ബട്ട് നമ്മൾ റെഡി ആയിരിക്കണം. അല്ലാതെ ഇതെല്ലാം വ്യാസദേവനുള്ളതാണ്, ഇതെല്ലാം പരീക്ഷിത് മഹാരാജനുള്ളതാണ്, ഇതെല്ലാം യുധിഷ്ഠിര മഹാരാജനുള്ളതാണ്, നമ്മളിതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം മതി. നമ്മളിതൊന്നും ഫോളോ ചെയ്യേണ്ട, അതല്ല ചെയ്യേണ്ടത്. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മഹാരാജ് പറയും പോലെ ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു ശ്ലോകമെങ്കിലും പഠിച്ച് അതിൻ്റെ മാസ്റ്ററായിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളടുത്ത് റെസിപ്രൊക്കേറ്റ് ചെയ്യൂ. കാലേന നാ അതിദീർഘേണ ഭഗവാൻ വിശദേ ഹൃദി. ഒരു സെക്കൻഡ് ടൈം പോലും ഭഗവാൻ മാറ്റി വയ്ക്കാതെ ഭഗവാൻ വിശദേ ഹൃദി നമ്മുടെ ഹൃദയത്തിൽ വരും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ പരമാത്മ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാത്മ ഉണ്ട്. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ എല്ലാം അദ്ദേഹം മൂകമായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അദ്ദേഹം ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ടു താങ്ക് ഗോഡ്. നമുക്ക് ഐഡന്റിഫൈങ്, റിഗ്രറ്റിംഗ്, കറക്റ്റിംഗ്, ഇത് നമ്മുടെ ഒരു ഗുരുവിലൂടെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ടു താങ്ക് ഗോഡ്. അപ്പൊ നമ്മൾ ദീക്ഷ എടുത്തവരുണ്ട്, ദീക്ഷ എടുക്കാത്തവരുണ്ട്. ദീക്ഷ എടുത്തവർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ഗുരു മഹാരാജനെ നമുക്ക് തന്നതിന് എല്ലാ ദിവസവും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ടു താങ്ക് ഗോഡ്, ഭഗവാന്റെ അടുത്ത് നന്ദി പറയണം എല്ലാ ദിവസവും. ഇത്രയും നല്ലൊരു സന്യാസി വരികനെ, എല്ലാ സന്യാസിമാരും നല്ല ഇത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു പ്യുവർ ഡിവോട്ടിയെ നമ്മുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും താങ്ക് യു പറയണം. ദെൻ ചാൻ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. ഇന്നത്തെ ഇതിലത്തെ ഈ ശ്ലോകത്തിലെ മെയിൻ പോയിന്റ്സ് ഇതാണ്. ഒന്ന് ഐഡന്റിഫൈങ് അവർ ഡിഫക്ട്സ്, റിഗ്രറ്റിംഗ്, കറക്റ്റിംഗ്, ടു താങ്ക് ഗോഡ്, ചാൻ ഹരേ കൃഷ്ണ. ദാറ്റ് ഈസ് IRCTC. ഹരേ കൃഷ്ണ. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി, ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ്. ഇനി IRCTC കാണാൻ നേരത്ത് നമ്മൾ ട്രെയിൻ ഓർമ്മ വരുമ്പോൾ IRCTC എന്ന് എഴുതിയിരിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗവതം ഈ അക്രോണിംസ് ഓർമ്മ വരണം. IRCTC എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. അത് മാറ്റിയിട്ട് ഐഡന്റിഫൈങ് അവർ ഡിഫക്ട്സ്, റിഗ്രറ്റിംഗ്, കറക്റ്റിംഗ്, ടു താങ്ക് ഗോഡ്, ചാൻ ഹരേ കൃഷ്ണ. Any questions and comments? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വൃന്ദാവനേശ്വരി മാതാജി. ഹരിപോ. ഹരേ കൃഷ്ണ. നല്ല സുഹൃത്തുക്കള്, ഇപ്പൊ നമ്മൾ തമ്മിൽ തന്നെ നല്ല സുഹൃത്തുക്കൾ. നമ്മൾ ആരെങ്കിലും ഒരു പോരായ്മ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറയാം, എൻ്റെ ഒരു പോരായ്മ, നീ ചെയ്തത് തെറ്റാണ്, നീ ഇതിനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളത് ഏത് രീതിയിലെടുക്കും? അപ്പം എൻ്റെ തെറ്റിനെ പറഞ്ഞ നീ പോ, നീ പറഞ്ഞ ആളിൻ്റെ തെറ്റും കൂടെ നമ്മൾ കണ്ടുപിടിക്കും, എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കാം. ഇതൊക്കെയാണ് നമ്മൾ, അല്ലേ? ഞാൻ പറഞ്ഞ അതേസമയം നമ്മുടെ തെറ്റുകൾ പറഞ്ഞു തന്നാൽ അതിനൊരു ഉദാഹരണം, ഒരു കഥ
രാജാവ് ഇങ്ങനെ പ്രജകളെ ഐഡന്റിഫൈ ചെയ്യാൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സേവകരെ വിടും. അങ്ങനെ ഒരിക്കൽ ഒരു സേവകൻ പോയിട്ട് വന്ന് പറഞ്ഞു, രാജാവിന് ഒരാൾ നിന്ന് രാജാവിന്റെ പോരായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ആള്. അപ്പൊ രാജാവ് പറയും, ഓക്കെ, ഉടനെ എൻ്റെ അടുത്ത് അവനെ എത്തിപ്പിക്കുക, രാജകൽപ്പന. അപ്പൊ ഈ ജനങ്ങളെല്ലാം വിചാരിക്കും, ഇപ്പതായി ഇദ്ദേഹത്തിനെ കൽത്തുറുങ്കിൽ അടയ്ക്കാനായിരിക്കും രാജാവ് പറയുന്നത്. അങ്ങനെ രാജാവ് വിളിച്ച് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് നല്ലൊരു പോസ്റ്റ് അവിടെ കൊടുക്കുകയാണ്. എന്താണ് മനസ്സിലായല്ലോ കഥ? എനിക്ക് കൂടുതൽ വിവരിക്കാം. അതായത് രാജാവിന്റെ പോരായ്മ എടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റി, അത് പാഠമായി, ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്നെ ഓർമ്മിപ്പിച്ചതാണ്. അദ്ദേഹം യോഗ്യനാണ്, ഇവിടെ ഇരുന്നാൽ എനിക്ക് ഇതുപോലത്തെ അപാകതകൾ വരുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തുകയും നന്നായിട്ട് തന്നെ കൊണ്ടുവരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ എന്നും പറഞ്ഞാണ് ആ പോസ്റ്റ് കൊടുക്കുന്നത്. നമ്മളാണെങ്കിൽ ഹരേ കൃഷ്ണ. ഓക്കെ. പിന്നെ എന്താ പറയാ, കൂടുതൽ പറയാൻ വയ്യ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. നല്ലൊരു എക്സ്പ്ലനേഷൻ IRCTC. ഹരേ കൃഷ്ണ. വളരെ നല്ലൊരു ഇത്. ഇനിയിപ്പോ അതെല്ലാം കാണുമ്പോ നമുക്ക് പെട്ടെന്ന് ഇതായിരിക്കണം ഓർമ്മ വരണ്ടെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. എന്താ പ്രഭു പറഞ്ഞത്? ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാംസ് പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡവത് പ്രണാംസ്. ഈ ടെക്സ്റ്റ് 27 പറയുന്നുണ്ട്, a devotee simultaneously changes his material body and develops a spiritual body by the will of the Supreme. Even before death, a pure devotee has no material affection. ഇതല്ല, ഇതിൽ പറയുന്നുണ്ട് ലൈറ്റ്നിങ് വരുന്ന പോലെ നമ്മൾ ബോഡി ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്പിരിച്വലൈസ്ഡ് ആകുന്നു എന്ന്, ഡെത്ത് വരുമ്പോ. അതേത് ശ്ലോകമാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ പിന്നെ പറയുന്നുണ്ട്, ബ്രഹ്മാവിന്റെ ലൈഫ് കഴിയുമ്പോൾ ഞാൻ വിഷ്ണു ഭഗവാനില് ലയിച്ചു എന്ന്. അപ്പം അതുവരെ എന്തായിരുന്നു? അപ്പൊ സ്പിരിച്വൽ ബോഡി കിട്ടിയില്ലായിരുന്നോ? ഇല്ല, ആ ഒരു നാരദ മഹർഷി ഏത് ഗുണത്തിലിരുന്ന് ശരീരം ഉപേക്ഷിച്ചോ ആ ശരീരത്തിന്റെ സൂക്ഷ്മ ശരീരമായിട്ട് ഭഗവാന്റെ ശരീരത്തിലേക്ക് കയറിപ്പോയി. അത് അറ്റ് ദ എൻഡ് ഓഫ് ദ മില്ലിനിയം, അല്ലേ? ബ്രഹ്മാസ് ഡേ. അതുവരെയും എന്ത് ചെയ്തു? അതുവരെയും റെസ്റ്റ് ആണ്. എവിടെ? അത് കഴിഞ്ഞതിന് ശേഷം നാരദ മഹർഷിയായിട്ട് തിരിച്ചു വരുന്ന മറ്റേ അത്രി, അങ്കിര മഹർഷി, അങ്ങനെയൊക്കെയുള്ള. അതെ. ഞാൻ ചോദിക്കുന്ന ഈ മെയ്ഡ് സർവന്റ് മകനായിട്ടുള്ള ആ ബോഡി മരിച്ചിട്ട് അപ് ടു ദ ടൈം വെൻ ബ്രഹ്മാവിന്റെ ബോഡിയിൽ ബ്രഹ്മാവിന്റെ എൻഡ് ഓഫ് ദി ഡേ വരെയും ആ അത്രയും പീരിയഡില് വാട്ട് വാസ് ഹി? ട്രാൻസെൻഡന്റൽ ബോഡിയാണ് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അതെ, പൂർണ്ണമായിട്ടും ഇതിനെ കുറിച്ച് ഇതില് ശ്രീമദ് ഭാഗവതം 6:1 എന്താ? ശ്രീമദ് ഭാഗവതം 6:1. ശ്രീമദ് ഭാഗവതം 6:1 ലാസ്റ്റ് പർപ്പട്ടില് 6:1 പർപ്പട്ടില് ലാസ്റ്റ് പ്രഭുപാദ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. Because of their exalted position, those who are on Brahmaloka at the time of dissolution go directly back home, back to Godhead, along with the Brahmaloka, along with the Lord Brahma. അപ്പം he was in Brahmaloka അല്ലേ അത്രയും നാള്? ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഭാഗവതത്തിൽ പറയുന്നില്ല എന്താണ് എന്നുള്ള കാര്യം. ട്രാൻസെൻഡന്റൽ ബോഡി കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ ട്രാൻസെൻഡന്റൽ ബോഡി കിട്ടിയാൽ പിന്നെ ബ്രഹ്മലോകത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ, നേരെ അങ്ങ് ബാക്ക് ടു ഗോഡ് ഹെഡ് പോകാൻ പാടില്ലേ? പക്ഷെ നാരദ മഹർഷിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ഡ്യൂട്ടി ഇങ്ങനത്തതായതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു വന്നല്ലേ പറ്റുള്ളൂ. തിരിച്ചു വന്നതാണോ?
he was waiting ആണോ എന്നാണ് എൻ്റെ ഒരു സംശയം. ചെക്ക് ചെയ്യാം മാതാജി, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഹരേ കൃഷ്ണ പ്രഭു. അതായത് ബ്രഹ്മലോകത്തിന്റെ അടുത്ത് തന്നെ സിദ്ധലോകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനെ നാരദമുനിയെ പോലെയുള്ള ആളുകൾ എന്നല്ലേ പറയണേ? എനിക്കത് കൂടുതലായിട്ട് അങ്ങനെയാണ്, അങ്ങനെയുണ്ട് പ്രഭു. ഞാനത് ഇന്നലെ വായിച്ചത്, അതുകൊണ്ട് അത്ര പറയണേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് പ്രജേതസ്സുകൾക്ക് നാരദമുനി പറഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റിൽ നാരദമുനി പറയുന്നുണ്ട് ഇങ്ങനെ, അല്ല ആ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ സിദ്ധ ലോകത്തിലേക്ക് നാരദമുനി പോണു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രജേതസ് അല്ല, പ്രാചീന ബർഹിസിന്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇപ്പൊ മാതാജി ചോദിച്ച ഇതിലാണെന്നുണ്ടെങ്കിൽ അത് സിദ്ധ ലോകത്തിലാവാൻ ചാൻസ് ഇല്ലേന്ന് ഞാൻ ചോദിക്കാട്ടോ. എനിക്ക് അത്ര ക്ലിയർ അല്ല. മാതാജി അപ്പോഴത്തേക്ക് ഓൾറെഡി ഹി ഹാസ് ബിക്കം നാരദ അല്ലേ? നാരദനായി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ലോകത്തും കറങ്ങി നടക്കുകയാണല്ലോ. അതെ, കറങ്ങി നടക്കുമ്പോൾ നാരദരുടെ ലോകം എന്ന് പറയുന്നത് സിദ്ധലോകാണ്. നാരദരുടെ മാത്രല്ല, ഇങ്ങനെയുള്ള എല്ലാ മുനിമാരുടെയും ലോകം സിദ്ധലോകാണെന്ന് അങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കണേ. ശ്ലോകം എനിക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം മാതാജി. പിന്നെ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ വണ്ടിയിലാ. താങ്ക് യു. വിഷ്ണുപ്രിയ മാജി ആ ശ്ലോകം എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി, ഞാൻ ഉമ്മ മാതാജിക്ക് ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നാരദർ ബ്രഹ്മാവിന്റെ മാനസപുത്രനിലെ ഒരാളല്ലേ പ്രഭുജി? അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാംസ് പ്രഭു. എനിക്ക് IRCTC ഒന്നുകൂടി പറയാമോ പ്രഭു? Identifying our defects, regretting, correcting, to thank God, chant Hare. Thank you. വളരെ നന്നായിരുന്നു ക്ലാസ്. ഹരേ കൃഷ്ണ. മിസ്റ്റർ കുറച്ച് സമയം ഞാൻ മിസ് ചെയ്തു ലോഗിൻ ചെയ്യുമ്പോൾ. ഓക്കെ പ്രഭു, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 13 നമ്മൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ഭഗവാന്റെ ദർശനം എടുക്കാൻ പറ്റുമോ? ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ഒരു മിനിറ്റ്. Okay, Maharaj, close. Okay, Prabhu. Thank you, Prabhu. Pranam, Hare Krishna.